വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കർത്താവ് ഉയർത്തിയ കാരുണ്യവാനായ ഒരുവൻ ആര്? മോശ. മോശയുടെ സഹോദരൻ ആര്? അഹറോൻ. മഹത്വത്തിന് മൂന്നാം സ്ഥാനം ആർക്ക് എന്നാണ് പ്രഭാഷകൻ 45:23 പറയുന്നത്? ഫിനെഹാസ്. ഫിനെഹാസ് ആരുടെ പുത്രനാണ്? എലയാസർ. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് കർത്താവ് അവനെ വിശുദ്ധീകരിച്ചു. ആരെ? മോശയെ. കർത്താവ് ജനത്തിന്റെ പൗരോഹിത്യം നൽകിയത് ആർക്ക്? അഹറോന്. യൂദാ ഗോത്രജനായ ജസയുടെ പുത്രൻ ദാവീദ്. കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും. ആരുടെ? അഹറോന്റെ. അഹറോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ചത് ആര്? മോശ. അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു എന്ന് പ്രഭാഷകൻ 45:23 പറയുന്നത് ആരെപ്പറ്റി? ഫിനെഹാസ്. നൂനിന്റെ പുത്രൻ ആര്? ജോഷ്വ. യെഫുന്നെയുടെ മകൻ കാലേബ്. അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? പ്രഭാഷകൻ 46:4 പറയുന്നത് ആരെപ്പറ്റി? ജോഷ്വ. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോട് കൂടിയവർ എന്ന് ആരെപ്പറ്റിയാണ് പ്രഭാഷകൻ 46:11 പറയുന്നത്? ന്യായാധിപന്മാർ. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനും എന്ന് പ്രഭാഷകൻ 46:13 പറഞ്ഞിരിക്കുന്നത് ആരെപ്പറ്റി? സാമുവൽ. ദാവീദിന്റെ നാളുകൾ പ്രവചനം നടത്തിയത് ആര്? നാഥൻ. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പ് എന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ദാവീദ്. ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തത് ആര്? ദാവീദ്. ദാവീദിന്റെ ബുദ്ധിമാനായ പുത്രൻ സോളമൻ. വിഡ്ഢിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനും എന്ന് പ്രഭാഷകൻ 47:23 വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെ? റഹബോവാം. നബാത്തിന്റെ പുത്രൻ ജെറൊബോവാം. വചനം തിരുവചനം